നമസ്കാരം. ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്ന സിനിമ കണ്ടു. ഒരു സാധാരണ ധ്യാൻ ശ്രീനിവാസൻ സിനിമകളെ പോലെ ഒരു പടക്കമാകും എന്നൊരു ചിന്ത ഈ സിനിമയ്ക്ക് പോകുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ആകെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു സോഫിയ പോൾ എന്ന് പറയുന്ന പ്രൊഡ്യൂസറിലായിരുന്നു. കാരണം അവർ ചെയ്തിട്ടുള്ള സിനിമകളൊക്കെ അത്യാവശ്യം ക്വാളിറ്റി പുലർത്തിയുന്ന സിനിമകളാണ് എല്ലാം തന്നെ. അപ്പോൾ അതുകൊണ്ട് ആ പ്രതീക്ഷയിലാണ് ഈ സിനിമ കാണാൻ പോയത്. പക്ഷേ സിനിമ കണ്ടിറങ്ങുന്ന സമയത്ത് ഇത് ഒരു മോശം സിനിമയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടേ ഇല്ല. നല്ല എക്സിക്യൂഷനുള്ള സിനിമയാണ്. നല്ല രീതിയിൽ തന്നെ ഇതിൻ്റെ രണ്ട് ഡയറക്ടർമാരുണ്ട്. രണ്ട് ഡയറക്ടറും നല്ല രീതിയിൽ തന്നെ സിനിമ മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്ദ്രനീൽ ഗോപാലകൃഷ്ണൻ, രാഹുൽ ജി എന്നീ രണ്ടുപേർ ചേർന്നാണ് ഈ സിനിമ എഴുതിയിരിക്കുന്നതും സംവിധാനിച്ചിരിക്കുന്നതും. അപ്പോൾ അവരുടെ മേക്കിങ് കണ്ടിരിക്കാൻ പറ്റുന്ന ഒന്ന് തന്നെയായിരുന്നു. എന്നിരുന്നാലും ഇത് ധ്യാൻ ശ്രീനിവാസന്റെ പാറ്റേണിൽ നിന്ന് മാറിയിട്ടുള്ളൊരു സിനിമയൊന്നുമല്ല. ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ തന്നെ അന്ധകാലമാണ്. അപ്പോൾ പഴയ ടേപ്പ് റെക്കോർഡറിനകത്ത് മറ്റേ ഹെഡ്സെറ്റ് കുത്തിക്കൊണ്ടൊക്കെയാണ് ഈ സാധനം കണ്ടുപിടിക്കുന്നത്. ആദ്യത്തെ ഇൻട്രൊഡക്ഷനിൽ തന്നെ മാല കണ്ടുപിടിക്കുന്ന ഒരു സീനിലാണ് ധ്യാൻ ശ്രീനിവാസൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ മാല നോക്കി മാല എന്ത് ചെയ്യുക, അവസാനം ആ പൂച്ച എടുത്ത് മറ്റേ തേങ്ങയ്ക്കകത്തോണ്ട് വെച്ചേക്കുന്നു. അവിടെ പോയി തേങ്ങ എടുത്തോ, ആ തേങ്ങയ്ക്കകത്ത് പോയി മാല എടുത്തോ, ഞാൻ പൂച്ച ഞാൻ കൊണ്ടുപോവാ എന്ന രീതിയിലുള്ള ഇൻട്രൊഡക്ഷനാണ് സിനിമയ്ക്കകത്ത് ധ്യാൻ ശ്രീനിവാസൻ കൊടുത്തിരിക്കുന്നത്. അതൊക്കെ എന്തിനാ അങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അന്ധകാലഘട്ടത്തിൽ ഏതോ ഒരു ഫിക്ഷണൽ ആയിട്ടുള്ള ഒരു ഗ്രാമം. അപ്പോൾ ആ ഗ്രാമത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അവിടെ കള്ളന്മാരും കള്ളികളും കൊലയാളികളും ഒന്നും ഇല്ലെന്നാണ് ഇവിടുത്തെ ഗ്രാമവാസികളെല്ലാം വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല അവിടുത്തെ പോലീസുകാരെല്ലാം മണ്ടന്മാർ. ഒരു ക്രൈം നടന്നു കഴിഞ്ഞാൽ അവർക്ക് ഏത് വകുപ്പിട്ട് ചാർജ് എടുക്കണം, തുറന്നുള്ള പ്രൊസീജിയേഴ്സ് എന്തുവാണെന്ന് അറിയാത്ത മണ്ടന്മാരായിട്ടുള്ള പോലീസുകാരുള്ളൊരു ഗ്രാമം. അപ്പോൾ അത് പെർഫെക്റ്റ് ഫോർ ഇദ്ദേഹത്തിൻ്റെ ടൈപ്പ് ഓഫ് സ്റ്റോറീസിന് വേണ്ടി പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സെറ്റപ്പ് ആയിരുന്നത്. മണ്ടന്മാരായിട്ടുള്ള പോലീസുകാരെപ്പോഴും സഹായം ചോദിക്കുന്ന ധ്യാൻ ശ്രീനിവാസൻ്റെ അടുത്ത്. അപ്പോൾ മനസ്സിലായി കാണുമല്ലോ ധ്യാൻ ശ്രീനിവാസന്റെ ക്യാരക്ടറിന്റെ പവർ എന്തുവാണെന്നുള്ളത്. ഈ രണ്ട് സംവിധായകരും കൂടി ചേർന്ന് ചെയ്തിട്ടുള്ള ഈ സിനിമയ്ക്കകത്ത് അവിടെ ഇവിടെയായിട്ട് എക്സിക്യൂഷനായിട്ട് കുറച്ച് പാളിച്ചുകൾ കാണാനുണ്ട്. അതിൻ്റെ ഇപ്പോൾ ഫസ്റ്റ് ക്രൈം നടക്കുന്ന സമയത്ത് തന്നെ അതിനിടയ്ക്ക് കൂടെ കോമഡി കുത്തിക്കയറ്റാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അത് ആ സമയത്ത് കൈ നിർന്നാണെന്ന് അറിയത്തില്ല. അതിനനുസരിച്ച് തിയേറ്ററിക്കുന്ന ആൾ ചിരിക്കുന്നുമുണ്ട്. എനിക്കത് വലിയ ചിരിക്കാനുള്ള സംഭവമായിട്ട് തോന്നിയിട്ടൊന്നുമില്ല. ഫസ്റ്റ് ക്രൈം നടക്കുമ്പോൾ അതൊരു ഭീകരത ഉളവാക്കുന്ന ഒരു സംഭവമൊന്നും നമുക്ക് സിനിമയ്ക്കകത്തൊന്നും കിട്ടുന്നില്ല. സിനിമയിൽ ആദ്യത്തെ ക്രൈം മുതൽ അവസാനത്തെ ക്രൈം വരെ ഒരു ഭീകരത ഉളവാക്കാനായിട്ട് ഈ സിനിമയുടെ അണിയറപ്പുറത്തൊക്കെ സാധിച്ചിട്ടില്ല. എല്ലാ ക്രൈമിനകത്തും ഈ പറയുന്ന ഒരാൾ വന്ന് കൊല്ലുന്നു. അത് ആരാണ് കൊല്ലുന്നത് നമുക്ക് അതിൻ്റെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്നതിൽ ഈ സിനിമ ഒരു പരാജയമാണ്. ആളുകളെ കൊല്ലുന്നു, ബാക്കിയുള്ള ബന്ധുമിത്രാദികളിൽ നിന്ന് കരയുന്നു, നാട്ടുകാരെ പരിഭ്രമിക്കുന്നു എന്നൊക്കെ കാണിക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നത് ഈ കൊലയാളി ആരാണ് എന്ന് കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ ഉള്ളിൽ ഒരു ത്വര ഉണ്ടാക്കുന്നതിൽ ഈ സിനിമ ഒരു പരാജയമാണ്. ഇത്രയും ക്രൈമൊക്കെ നടക്കുന്നു, ഇങ്ങനെ സാഹചര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. അതിനിടയ്ക്ക് സിജു വിൽസന്റെ ഇൻട്രൊഡക്ഷൻ ഉണ്ട്. ശംഭു എന്നാണ് ക്യാരക്ടറിൻ്റെ പേര്. അപ്പോൾ സിജു വിൽസന്റെ ഇൻട്രൊഡക്ഷനിൽ തന്നെ ഒരു ഗംഭീര സ്പീച്ചൊക്കെ ഉണ്ട്. ബൂഗിമാൻ എന്നൊക്കെ പറയുന്നുണ്ട് സിജു വിൽസൺ. അപ്പോൾ സിജു വിൽസന്റെ ആ ഒരു ഇൻട്രൊഡക്ഷൻ കണ്ട സമയത്ത് ഞാൻ വിചാരിച്ചു ധ്യാൻ ശ്രീനിവാസൻ ഒബ്വിയസ്ലി സിനിമയുടെ നായകനാണ്. അപ്പോൾ നായകനായിരിക്കും എപ്പോഴും ഒരു മുൻതൂക്കം. പക്ഷേ സിജു വിൽസന്റെ ക്യാരക്ടർ നായകനോടൊപ്പത്തിനൊപ്പം ആ ഒരു കട്ടയ്ക്ക് നിൽക്കുന്ന ക്യാരക്ടർ ആയിരിക്കുമെന്നാണ് തുടക്കത്തിൽ ഞാൻ ഫീൽ ചെയ്തത്. പിന്നെ ഇത്തരത്തിലുള്ള ഒരു ക്രൈം സിനിമ അല്ലെങ്കിൽ ഒരു ത്രില്ലർ സിനിമകളുടെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2025 നമുക്കിപ്പോൾ ഒരുപാട് OTTകളും മറ്റ് സംഭവങ്ങളൊക്കെ അവൈലബിൾ ആണ്. നമ്മൾ ഒരുപാട് സിനിമകൾ ഇത്തരത്തിൽ പല ഭാഷകളിലും, ഇപ്പോൾ ഇന്ത്യയിലെ പല ഭാഷകൾ മാത്രമല്ല, ഇന്ത്യക്ക് പുറത്ത് ഇംഗ്ലീഷ് ആയിക്കോട്ടെ, കൊറിയൻ ആയിക്കോട്ടെ, ഒരുപാട് ഭാഷകളിൽ ഇത്തരത്തിലുള്ള ഒരുപാട് സിനിമകൾ നമ്മൾ കാണുന്നതാണ്. അപ്പോൾ അതിന് മുകളിൽ എന്തെങ്കിലും ഒന്ന് കാണിച്ചാൽ മാത്രമേ ഈ പ്രേക്ഷകർക്ക് അതൊരു ഷോക്കിംഗ് ആയിട്ട് തോന്നത്തുള്ളൂ. ഇപ്പോൾ ദൃശ്യം ഫസ്റ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞതാണെങ്കിൽ, ദൃശ്യം ഫസ്റ്റ് 2013 ഇറങ്ങുന്ന സമയത്ത് OTT ഒന്നും അത്ര വ്യാപകമായിട്ടുള്ളൊരു സമയമൊന്നും അല്ലായിരുന്നു. അപ്പോൾ ആ സമയത്ത് ആ സിനിമയ്ക്കകത്ത് അത്തരത്തിലുള്ളൊരു ഭയാനകത കാണിക്കാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചത് നമുക്ക് അതിൻ്റെ അവൈലബിലിറ്റി കുറവായതുകൊണ്ടാണ്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള മറ്റ് സിനിമകളുടെ അവൈലബിലിറ്റി നമ്മളിലേക്ക് എത്തുന്നത് വളരെ കുറവായതുകൊണ്ടാണ് നമുക്ക് അന്ന് ആ ഒരു ഇമ്പാക്റ്റ് ഉണ്ടായത്. നമ്മൾ അത്തരത്തിലുള്ള സിനിമകളൊന്നും ഒരുപാട് കണ്ടിട്ടില്ല. പക്ഷേ ഇന്ന് സാഹചര്യം അതല്ല. അപ്പോൾ അത്തരത്തിലുള്ള ഷോക്കിംഗ് ആയിട്ടുള്ള സംഭവങ്ങളായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പുതുമ കൊണ്ടുവരാനായിട്ട് ഈ സിനിമയുടെ സ്ക്രിപ്റ്റിനകത്ത് സാധിച്ചിട്ടേ ഇല്ല. അപ്പോൾ സിജു വിൽസന്റെ ശംഭു എന്ന ക്യാരക്ടർ ബാക്കിയുള്ള പോലീസ് ഓഫീസറെക്കാട്ടിലും ബുദ്ധിമാനാണ്. അപ്പോൾ അദ്ദേഹം വന്നതിന് ശേഷം ക്രൈം ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. അതിനിടയ്ക്ക് കുറേ പാട്ടുകൾ, കുറേ ഈ പറയുന്ന ഇംഗ്ലീഷ് പാട്ടൊക്കെ, ആവശ്യമില്ലാത്ത കുറേ പാട്ടുകൾ, അതിൻ്റെ പ്ലേസ്മെൻറ്റും വളരെ മോശം. അതൊക്കെ എന്തിനായിരുന്നു എന്ന് തോന്നിപ്പോയി. പിന്നെ ഈ പാട്ടിൻ്റെയൊക്കെ ഇടയ്ക്ക് മറ്റ് പല സംഭവങ്ങളും കാണിക്കുന്നുണ്ട്. ഒന്ന് ഈ പറയുന്ന ഹെയർ പിൻ വെച്ചിട്ട് പൂട്ട് തുറക്കുന്ന സംഭവങ്ങളൊക്കെ, അത് ഈ കാലഘട്ടത്തിലും അത് വേണോ? കാരണം അത് നടക്കുന്ന കാര്യമല്ല. റിയൽ ലൈഫിൽ അങ്ങനെ ഒരു സംഭവം ഹെയർ പിൻ വെച്ച് പൂട്ട് തുറക്കാൻ പറ്റത്തില്ല എന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷേ അതെന്തോ വലിയ സംഭവമായിട്ടിനകത്ത് കാണിക്കുന്നുണ്ട്. പിന്നെ ഈ പൂട്ടിനകത്ത് വരച്ച് വെച്ചേക്കുന്നത് ഹെയർ പിൻ വെച്ച് തുറക്കുന്ന സമയത്ത് അതെന്തിനാണ് മനസ്സിലായില്ല. അതുപോലെ സീമാജി നായരാണ് ധ്യാൻ ശ്രീനിവാസൻ്റെ അമ്മയായിട്ട് കാണിച്ചേക്കുന്നത്. വലിയ മെച്ചമായിട്ടൊന്നും തോന്നിയില്ല. പിന്നെ ചില സ്ഥലങ്ങളിൽ ഓവറാക്കുന്ന പോലെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. അതുപോലെ കോട്ടയം നസീറാണ് അച്ഛനായിട്ടുള്ള കഥാപാത്രം ചെയ്തിരിക്കുന്നത്.
അദ്ദേഹവും ഒരു ഡീസൻ്റ് ആയിട്ട് തന്നെ ചെയ്തു പോയിട്ടുണ്ട്. അങ്ങനെ മുന്നോട്ട് പോകുന്ന സിനിമയിൽ അവസാനം ഈ സിജു വിൽസന്റെ ക്യാരക്ടർ, ശംഭു എന്ന ക്യാരക്ടറും ഡിറ്റക്റ്റീവ് ഉജ്ജ്വലനും കൂടി ഒന്നായ സമയത്ത് പിന്നീട് ഈ പറയുന്ന സിജു വിൽസന്റെ ക്യാരക്ടർ ധ്യാൻ ശ്രീനിവാസന്റെ ക്യാരക്ടറിനെക്കാട്ടിലും ഒരുപാട് ഡൗൺ ആയിട്ട് പോയിട്ടുണ്ട്. പിന്നീട് ധ്യാൻ ശ്രീനിവാസൻ വരയ്ക്കുന്ന പാതയിലൂടെ നടക്കുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് സിജു വിൽസൺ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. ധ്യാൻ ശ്രീനിവാസൻ പ്ലാൻ ചെയ്യുന്നതനുസരിച്ച് സിജു വിൽസൺ പ്രവർത്തിക്കുന്ന രീതിയിലാണ് പിന്നീട് സിനിമയ്ക്കകത്ത് കാണിക്കുന്നത്. അവിടെ ആ ക്യാരക്ടറിന് വളരെയധികം ഡൗൺ ആയിട്ടുണ്ട്. അങ്ങനെ അവസാനം രണ്ടുപേരും കൂടി ഒന്നായിട്ട് അവസാനം ഈ പ്രതിയെ പിടിക്കുകയാണ്. പ്രതിയെ പിടിക്കുന്ന സമയത്ത് ചാക്കിട്ടം അത് അയച്ചു മാറ്റുന്ന സമയത്ത് ഒരു ഷോക്കിങ്ങും ഉണ്ടായിട്ടില്ല. അത് ആണ് പിന്നെ ഈ വ്യക്തിയായിരിക്കും എന്നുള്ള പ്രതീക്ഷിച്ചില്ല. പക്ഷേ നമ്മൾ കാണുന്ന സമയത്ത് ഷോക്കിംഗ് ഒന്നും ഉണ്ടാകുന്നില്ല. ഷോക്കിംഗ് ഒന്നും കാരണം ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം തന്നെയാണ്. നമ്മൾ ഒരുപാട് സംഭവങ്ങൾ ഇത്തരത്തിലുള്ള കണ്ടിട്ടുള്ളതാണ് പല ഭാഷകളായിട്ട്. അപ്പോൾ അതിന് മുകളിൽ എന്തെങ്കിലും ഒന്ന് കാണിച്ചാൽ മാത്രമേ നമുക്ക് ഷോക്ക് ഉണ്ടാകത്തുള്ളൂ. ഇതിനകത്ത് ഈ ആളായിരിക്കും ഞാൻ പ്രതീക്ഷിച്ചില്ല. പക്ഷേ കണ്ട സമയത്ത് ഒരു ഷോക്കിംഗ് ആയിട്ട് തോന്നിയിട്ടുമില്ല. അങ്ങനെ പിന്നെ ഈ കൊലയാളിയെ കൊലയാളിക്ക് എന്തായാലും ഇത് പിടിച്ചു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റ് സിനിമകളിൽ കാണിക്കുന്ന പോലെ തന്നെ ടിപ്പിക്കൽ ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്. കൺവിൻസിങ് ആണ്, പക്ഷേ ക്ലീഷയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിനകത്തൊരു ട്വിസ്റ്റും കൂടി വരുന്നുണ്ട്. ട്വിസ്റ്റൊന്നും അത്ര വലിയൊരു ഇമ്പാക്റ്റബിൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. വളരെ വീക്കായിട്ടുള്ളൊരു പിന്നെ പഴയ ടൈപ്പ് ഓഫ് ഒരു ട്വിസ്റ്റ്. ഈ ക്ലൈമാക്സിനോട് അടുപ്പിച്ച് സിജു വിൽസന്റെ ഫൈറ്റൊക്കെ ഉണ്ട്. അത് ഫൈറ്റ് കൊറിയോഗ്രാഫി ചെയ്തേക്കുന്ന ആരാന്നെനിക്ക് അറിയത്തില്ല. പക്ഷേ വേഴ്സ്റ്റ് ഫൈറ്റ് കൊറിയോഗ്രാഫി, അത് അവിടെ ഒരു ഫൈറ്റിൻ്റെ ആവശ്യമുണ്ട്. പക്ഷേ ഇത്തരത്തിലൊരു മോശം ഒരു ഫൈറ്റ് കൊറിയോഗ്രാഫിയുടെ ആവശ്യം അവിടെ ഉണ്ടായിരുന്നില്ല. അത് ആര് ചെയ്താലും വളരെ ബോറായിരുന്നു. പിന്നെ സ്ലോ മോഷൻ കൊണ്ട് അനാവശ്യമായിട്ടുള്ള സ്ലോ മോഷൻസ് അവിടെ പിന്നെ അത് കുറച്ചും കൂടി വൃത്തിക്ക് ചെയ്യാമായിരുന്നു. പക്ഷേ ഈ ഉള്ള സ്ലോ മോഷനെല്ലാം കൂടി വെറുപ്പിച്ച് കളഞ്ഞത്. അതിൻ്റെ കൂട്ടത്തിൽ ചെയ്തിരിക്കുന്ന ആളും മോശമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അവസാനം ഒരു ടെയിലൻ്റ് കൂടെ ഉണ്ട്. ടെയിലൻ്റിനകത്ത് സ്പെഷ്യൽ അപ്പിയറൻസ് ഒക്കെ ഉണ്ട്. ഉജ്ജ്വലൻ 2 ഉണ്ടാവാനുള്ള ചാൻസ് പിന്നെ കാണിച്ചുകൊണ്ടാണ് ടെയിലൻ്റൊക്കെ കാണിച്ചേക്കുന്നത്. അപ്പോൾ ഈ സിനിമ ഒരു വിജയമായി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിൻ്റെ തുടർച്ച ഉണ്ടാവുമായിരിക്കും. അത് സിനിമയ്ക്കകത്ത് ഉജ്ജ്വലൻ 2-ൻ്റെ എഴുതിയൊന്നും കാണിച്ചിട്ടൊന്നുമില്ല. പക്ഷേ ഇങ്ങനെ ഒരു സൂചന തന്നിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഈ സിനിമ ഒരിക്കലും ഒരു ബോറ് സിനിമയല്ല. പക്ഷേ ഈ പറയുന്ന എനിക്ക് പേഴ്സണലി പിന്നെ മോശമായിട്ട് തോന്നിയ ചില പ്രശ്നങ്ങളുണ്ട്. അത് എൻ്റെ മാത്രം അഭിപ്രായമാണ്. ബാക്കി നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറ.